Okay, so we've finished for now our journey with Jesus, and we're going to look at a couple of other things now. യേശുവിനോട് കൂടെ പഴയ നിയമത്തിൽ സഞ്ചരിക്കുന്ന ആ പ്രോഗ്രാം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റു ചില വേദഭാഗങ്ങൾ നമ്മൾ പഠനത്തിന് വിധേയമാക്കുക. For our last session this morning, and then again for our session this evening, I want to look at two books from the New Testament. ഈ ഒരു ക്ലാസ്സിലും വൈകിട്ടത്തുള്ള രണ്ട് ക്ലാസ്സുകളിലും ആയിട്ട് പുതിയ നിയമത്തിൽ നിന്നുള്ള രണ്ട് പുസ്തകങ്ങളെ പഠിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. They've become very helpful to me at the same time as I was learning to see Jesus in the Old Testament. യേശുവിനെ പഴയ നിയമത്തിൽ ദർശിക്കുന്നതിനും എൻ്റെ ക്രിസ്തീയ ജീവിതത്തിനും ഒത്തിരി സഹായിച്ച രണ്ട് പുസ്തകങ്ങളാണ്. The first one is Paul's letter to the Galatians. ആദ്യത്തേത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. So if you want to open to that letter, that's okay for now. അതുകൊണ്ട് നമുക്ക് ആ പുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ ആ ലേഖനത്തിലേക്ക് നമുക്ക് ആദ്യം തിരിയാം. ഗലാത്യ ലേഖനം. And to begin with, we'll talk a bit about what happened to Paul when he was in the region of Galatia. ഗലാത്യ ദേശത്ത് പൗലോസ് ആയിരുന്നപ്പോൾ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ആദ്യം നമുക്ക് നോക്കാം. If you want to do some reading a little later today, you could read Acts chapter 14. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം വായിച്ചാൽ ഗലാത്യ ദേശത്ത് പൗലോസ് ആയിരുന്നപ്പോൾ തനിക്കുണ്ടായ ചില അനുഭവങ്ങളെ പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായ സഭയാണ് ഗലാത്യ സഭ. അപ്പോൾ ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ എപ്പോഴും പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം നാം വായിച്ചിരിക്കണം. കാരണം ഗലാത്യ സഭയുടെ പശ്ചാത്തലമെന്ന് പറയുന്നത് പ്രവൃത്തികൾ 14-ആണ്. The first part of that chapter is the story of Paul visiting some cities in the area of Galatia. ഗലാത്യ ദേശത്ത് അപ്പോസ്തലനായ പൗലോസ് സന്ദർശിക്കുന്ന ചില പട്ടണങ്ങളെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. തൻ്റെ വേല അവിടെ എவ்விதമായിരുന്നു എന്ന് 14-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. He would preach in one city. അവന് ഒരു പട്ടണത്തിൽ പ്രസംഗിച്ചു. Some people would believe. ചിലർ അവിടെ വിശ്വസിക്കുന്നു. Other people would get mad. ചിലർ അവന് ശത്രുക്കളായി മാറുന്നു, അവനോട് വൈരാഗ്യം കാണിക്കുന്നു. And they would try to hurt Paul or kill him. പൗലോസിനെ ഉപദ്രവിക്കുവാനായിട്ട് ഒരു പരിശ്രമിക്കുക. So he would go to another city. അപ്പോൾ പൗലോസ് ആ പട്ടണം വിട്ട് വേറൊരു പട്ടണത്തിലേക്ക് പോകുന്നു. He would preach and teach, and some people would believe. അവിടെയും അവൻ പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു. ചിലർ വിശ്വസിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നില്ല. And the people from the previous town would come to the next town. അതായത് ഈ പട്ടണത്തിൽ പൗലോസ് പ്രസംഗിച്ച് ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യ പട്ടണത്തിൽ അവനെ എതിർത്ത ആളുകൾ ഈ പട്ടണത്തിൽ വന്ന് പൗലോസിനെതിരെ കലാപം ഉണ്ടാക്കുക. And they would try to hurt Paul or kill Paul. പൗലോസിനെ അവിടെ വെച്ച് അടിച്ച് ഉപദ്രവിച്ച് കൊല്ലുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നു. How would you like to be Paul and have his ministry? ഞാൻ ചോദിക്കട്ടെ, എന്നെ ഒരു പൗലോസായിട്ട് മാറ്റണമേ എന്നൊക്കെ പലരും പാടുകയൊക്കെ ചെയ്യുമ്പോൾ ഇതും കൂടെ പ്രതീക്ഷിച്ചോ എന്ന്, അത് പ്രതീക്ഷിച്ചിട്ടാണോ അവർ പാടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. Oh, pray for Paul. He needs help. പാവം പൗലോസ്. But the story from Acts 14 gives us an understanding of why Paul is writing the letter to the Galatians. ഗലാത്യ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ, അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം പഠിച്ചെങ്കിൽ മാത്രമേ ഗലാത്യ ലേഖനം എഴുതാനുള്ള കാരണം എന്താണെന്നും അവിടുത്തെ വിശ്വാസികളുടെ പശ്ചാത്തലവും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. He's writing the letter because he knows the people who are talking to the Galatian believers. നോക്കുക, ഗലാത്യ ലേഖനം പൗലോസ് എഴുതുമ്പോൾ താൻ അതിനകത്ത് ചില പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാരാ, വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് തിരിഞ്ഞു പോയേ എന്നൊക്കെ പറയുമ്പോൾ പൗലോസിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ആരാണ് ഇവരുടെ ഇടയിൽ ചെന്ന് ഈ കലക്കമുണ്ടാക്കിയതെന്ന്. He knows that it will be trouble for the people if they listen to the other teachers. നോക്കുക, തങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് മറ്റൊരു കൂട്ടർ ചെന്ന് അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചത് ഇവർ വിശ്വസിക്കുന്നു എങ്കിൽ അവരുടെ രക്ഷ പോലും അവർക്ക് നഷ്ടപ്പെടുമെന്ന് പൗലോസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഗലാത്യ ലേഖനം ഇത്ര തിടുക്കത്തിൽ എഴുതാനായിട്ട് പൗലോസ് ഉത്സാഹിച്ചത്. But the funny thing I find in the story ഇവിടെ കാണുന്ന ഏറ്റവും രസാവഹമായ വസ്തുത എന്ന് പറഞ്ഞാൽ is that the people that were causing trouble
were people who were the same as Paul used to be. നോക്കുക, ഇപ്പോൾ ആ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് പൗലോസിനോട് കൂടെ നിന്ന് പ്രവർത്തിച്ചവരും പൗലോസിനെ അറിയാവുന്നവരുമായ ആളുകളാണ്. They were people who did, or they were Hebrew people who did not believe in Jesus. അതായത് യഹൂദ മതത്തിൽ നിന്ന് വന്ന ആളുകളാണ്. അവർ ക്രിസ്തുവിനെ എന്ത് ചെയ്തിരുന്നില്ല, അംഗീകരിച്ചിരുന്നില്ല, വിശ്വസിച്ചിരുന്നില്ല. ഇവർ തന്നെയായിരുന്നു നേരത്തെ പൗലോസ് പ്രസംഗിച്ചപ്പോഴും പ്രശ്നമുണ്ടാക്കിയത്. പക്ഷെ ഇപ്പോൾ എങ്ങനെയോ സഭയ്ക്കകത്ത് കയറി പഠിപ്പിക്കാൻ അവർക്ക് ഒരു ചാൻസ് കിട്ടി. They knew the Old Testament scriptures just like Paul did. നോക്കുക, പൗലോസിനെ പഴയ നിയമത്തെ അറിയാവുന്നതുപോലെ ഈ ദുരുപദേശം പഠിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഈ കലക്കുന്ന ന്യായപ്രമാണത്തെ പഠിപ്പിക്കാനായിട്ട് ന്യായപ്രമാണത്തെ നല്ലപോലെ അറിയാവുന്ന ആളുകളാണ് അവർ. And because they knew the Hebrew scriptures, they could give a good argument. നോക്കുക, ന്യായപ്രമാണം അല്ലെങ്കിൽ പഴയ നിയമത്തെ നല്ലതുപോലെ അവർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ വാദഗതികൾ സ്ഥാപിക്കത്തക്ക വേണ്ട സകല കാര്യങ്ങളും അവർക്ക് അറിയാമായിരുന്നു. If you were listening to those teachers, you might think that sounds right. നോക്കുക, അവരുടെ പഠിപ്പിക്കൽ കേട്ടാത്തൊന്നും ഇത് ശരിയാണല്ലോ. ഉദാഹരണം പറഞ്ഞാൽ, ശബത്ത് ഞാൻ നിത്യ നിയമമായി കൽപ്പിച്ചിരിക്കുന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നേ, അപ്പം പിന്നെ മാറ്റാൻ പറ്റുമോ? ശബത്തുകാർ അങ്ങനെ പഠിപ്പിക്കുന്നേ. അവരുടെ പഠിപ്പിക്കൽ കേട്ടാൽ തോന്നും ഇത് ശരിയാണല്ലോ, ശരിയാണ്. They're using our book. നോക്കിയേ, നമ്മൾ ഉപയോഗിക്കുന്ന അതേ ബൈബിൾ തന്നെയല്ലേ അവരും ഉപയോഗിക്കുന്നേ. കാരണം ഗലാത്യ ലേഖനം എഴുതുന്ന സമയത്ത് പുതിയ നിയമമില്ലട്ടോ. They're saying the words we've heard at synagogue for many years. വർഷങ്ങളായിട്ട് നമ്മൾ സിനഗോഗുകളിൽ, പള്ളികളിൽ കേൾക്കുന്ന അതേ ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്ന് തന്നെയാണല്ലോ ഇവർ ഈ പ്രസംഗിക്കുന്ന മുഴുവൻ. നമ്മൾ ഉപയോഗിക്കുന്ന അതേ ബൈബിളല്ലേ അവരും ഉപയോഗിക്കുന്നേ. They are leaders of the people. നോക്കുക, അതും മാത്രമല്ല, ജനത്തിൻ്റെ ഇടയിൽ വളരെ സ്വാധീനമുള്ള ആളുകളാണ് അവർ. ജനത്തിൻ്റെ നേതാക്കന്മാരാണല്ലോ ഇവരൊക്കെ. They are more educated than me. നമ്മളെക്കാൾ എത്രയോ വിദ്യാസമ്പന്നരാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് വളരെ വ്യക്തമായ പഠിത്തമുള്ളവരല്ലേ അവര്. Very easy to be convinced to listen to them. അതുകൊണ്ട് ഇവർ വന്ന് പഠിപ്പിക്കുമ്പോൾ ജനത്തെ മറിച്ച് കളയുവാൻ വളരെ എളുപ്പമായിരുന്നു. അവരുടെ ന്യായപ്രമാണത്തിലുള്ള അഗാധമായ പാണ്ഡിത്യ നിമിത്തവും ജനത്തിൻ്റെ ഇടയിലുള്ള സ്വാധീന നിമിത്തവും. So Paul gets his paper and his pen. പൗലോസ് ഈ കാര്യം അറിഞ്ഞ ഉടനെ വളരെ പെട്ടെന്ന് തൻ്റെ പേനയും തൻ്റെ കടലാസും എടുത്തിട്ട്, I've got to get this letter to Galatia. എത്രയും പെട്ടെന്ന് ഗലാത്യ സഭയ്ക്ക് ഈ ലേഖനം എഴുതിയേ പറ്റൂ എന്നുള്ള ആ തീവ്രമായ ആഗ്രഹത്തോടെ പൗലോസ് ഗലാത്യ സഭയ്ക്ക് He's not happy when he's writing the letter. കാരണം ഈ ലേഖനം എഴുതുമ്പോഴേ പൗലോസ് സന്തോഷത്തോടല്ല എഴുതുന്നത്. കാരണം തൻ്റെ അധ്വാന ബലത്തെ മുഴുവനും മറിച്ചു കളഞ്ഞു എന്നുള്ള തീവ്രമായ ദുഃഖത്തോടും വേദനയോടും കൂടാണ് പൗലോസ് ഗലാത്യ ലേഖനം എഴുതുന്നത്. What is happening in Galatia is not good. It must stop. അതായത് ഗലാത്യ സഭകളിൽ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങൾക്ക് ഒരു അറുതി വരുത്തിയേ പറ്റൂ, ഇതിനൊരു അറുതി ഉണ്ടാക്കിയെങ്കിലേ പറ്റൂ എന്നുള്ള തീവ്രമായ ചിന്തയോടെയാണ് പൗലോസ് ഗലാത്യ ലേഖനം എഴുതുന്നത്. So he writes the letter as quickly as he can. നോക്കുക, തനിക്ക് കഴിയാവുന്നത്ര വേഗത്തിൽ പൗലോസ് അപ്പോസ്തലന് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. Do you remember the theme of Paul's letter? ഈ ഗലാത്യ സഭയുള്ള പൗലോസിൻ്റെ ഈ ലേഖനത്തിൻ്റെ പ്രധാന വിഷയം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തായിരുന്നു പൗലോസ് അതിനകത്ത് പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം? He is basically telling the people, do not follow the Jewish teachers back to their law. പൗലോസ് പറയുന്നു ഇത്രയേ ഉള്ളൂ, നിങ്ങളെ ന്യായപ്രമാണത്തിലേക്ക്, യഹൂദ മതത്തിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന ഇവരുടെ ഉപദേശത്തെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. It will be bondage for you. അത് നിങ്ങൾക്ക് ഒരു ബന്ധനമായിട്ട് മാറും. It will not help you, it will take from you. അത് നിങ്ങളെ സഹായിക്കയില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുക തന്നെ ചെയ്യും. Perhaps the Galatians were told, yes, it's good to have Jesus. ഗലാത്യ സഭയിലുള്ള ഒരു പറഞ്ഞ എന്തുവാണെന്നറിയാമോ? അതെ, കർത്താവിനെയൊക്കെ നിങ്ങൾ അംഗീകരിച്ചു, നല്ല കാര്യം തന്നെ. But don't forget about Moses and the teachings of our fathers. പക്ഷേ ക്രിസ്തുവിന് മുൻപേ വന്ന മോശയെയോ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രമാണങ്ങളെയോ നിങ്ങൾ എന്ത് ചെയ്യരുത്?
തള്ളിക്കളയരുത്, അതിനെ ഉപേക്ഷിക്കരുത്. Don't forget to follow all the commandments. ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവം നിത്യ കൽപ്പനകളായി നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പിൻപറ്റുന്നതിൽ നിങ്ങൾ അവയെ അവഗണിക്കരുത്, അവയെ അനുഷ്ഠിക്കാതിരിക്കരുത്. And Paul says, no. പൗലോസ് പറയുന്നു, ശുദ്ധഭോഷത്വം പാടില്ല. No, no, no. ഒരു കാരണവശാലും ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകാൻ, യഹൂദാ മതത്തിൻ്റെ നിഷ്ക്രിയത്വത്തിലേക്ക് മടങ്ങിപ്പോകാൻ പാടില്ല എന്ന് പൗലോസ് നിഷ്കർഷം പറയുക. It will be trouble for you. അത് നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുകയും നിങ്ങളുടെ ജീവിതത്തെ വളരെ ദുരിതപൂർണമാക്കുകയും ചെയ്യും. Let's think for a moment about that. അതിനെക്കുറിച്ച് നമുക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കാം. If we say we trust in Jesus, നാം വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുകയും, but we also say don't forget all the commandments of the Old Testament, പഴയ നിയമത്തിലെ കൽപ്പനകളെല്ലാം നമ്മൾ അനുസരിക്കുകയും വേണം എന്ന് പറയുകയും ചെയ്താൽ, what is that thought suggesting to us? അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ യേശുവിനെയൊക്കെ വിശ്വസിച്ചൊക്കെ കൊള്ളാം, പക്ഷേ ന്യായപ്രമാണം നിങ്ങൾ അനുസരിക്കണം എന്ന് ഒരുവൻ നമ്മളോട് പറയുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവും ആ പ്രമാണം മുഴുവനും അനുസരിക്കുകയും വേണം എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? It's a double standard? Yeah, you're true, yeah. അത് വീണ്ടും തെളിയിക്കുന്നത് യുവർ സാൽവേഷൻ ഇസ് ബേസ്ഡ് അപ്പോൺ യുവർ വർക്ക്സ്, നോട്ട് ഓൺ ഫെയ്ത്ത്. Yeah. It's like saying Jesus is good, അതിൻ്റെ അർത്ഥം യേശു ഒക്കെ കൊള്ളാം, പക്ഷേ മറ്റേതും കൂടെ ഉണ്ടേ ഇത് പൂർത്തിയാകത്തുള്ളൂ. but not good enough. യേശു കൊള്ളാം, പക്ഷെ അത്രയ്ക്ക് നല്ലതൊന്നുമല്ല, പൂർണ്ണമല്ല. Jesus will help, യേശു സഹായിക്കാനൊക്കെ യേശു സഹായിക്കും, but I have to do my part too. പക്ഷേ ഞാൻ ഈ ചെയ്യേണ്ട പ്രമാണം കൂടെ അനുസരിച്ചെങ്കിൽ മാത്രമേ എൻ്റെ രക്ഷ പൂർണ്ണമാകത്തുള്ളൂ, എനിക്ക് രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. Which is another way of saying Jesus is not enough. അതിൻ്റെ അർത്ഥം എന്തുവാ? യേശു മാത്രം പോരാ, യേശുവും ന്യായപ്രമാണവും. That's a problem. അതാണ് പ്രശ്നം. That's putting ourself back as the focus. അപ്പം എന്തുവാ പറയുന്നത്? വീണ്ടും എൻ്റെ പ്രവർത്തികളിൽ ആശ്രയിച്ചിരിക്കുന്നു എൻ്റെ രക്ഷയുടെ പൂർത്തീകരണം. And we talked about it in the last session. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ചിന്തിച്ചു. Without help from Jesus, I can't even trust. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ സഹായം കൂടാതെ എനിക്ക് യേശുവിനെ വിശ്വസിക്കാൻ പോലും കഴിയത്തില്ല, വചനം മനസ്സിലാക്കാൻ പോലും കഴിയത്തില്ല. I need his help to believe. എനിക്ക് യേശുവിൻ്റെ സഹായം ആവശ്യമായ എല്ലായിടത്തും. So either it needs to be him or nothing. നോക്കുക, ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ എനിക്ക് യേശുവിൻ്റെ സഹായം, അല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല. So Paul writes the letter to the Galatians. അതുകൊണ്ട് ഗലാത്യ സഭയോട് പറയുകയാണ്, ന്യായപ്രമാണത്തിലേക്ക് വിശ്വാസികളെ വലിച്ചിഴക്കാൻ ശ്രമിച്ച യഹൂദ മതം പഠിപ്പിക്കുന്നവരോട് പറയുകയാണ്, ഇല്ല, ഒരു കാരണത്താലും വരത്തില്ല. ക്രിസ്തു മാത്രം, വിശ്വാസത്താൽ മാത്രമാണ്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് നമ്മുടെ രക്ഷ, പ്രവർത്തികളെ അല്ല. Don't listen to what they're telling you. എൻ്റെ ആ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ടിട്ട് നിങ്ങളിപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകൂ. ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ, നിങ്ങൾക്ക് എങ്ങനെ ഇത് പറ്റുന്നു? If what they tell you does not agree with what I told you, don't listen. എന്നിട്ട് പൗലോസ് പറയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് നിങ്ങളോട് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. You'll be giving up your ability to follow God. സ്വന്തം കഴിവ് കൊണ്ട് നമുക്ക് ദൈവത്തെ പിൻപറ്റാൻ സാധ്യമേ അല്ല. It didn't work for the Hebrew people for hundreds of years. കാരണം യഹൂദന്മാർക്ക് 1000 വർഷങ്ങൾ അവർ നോക്കിയിട്ട് ന്യായപ്രമാണം അനുസരിക്കാൻ നോക്കിയിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. പിന്നാന്നോ ഇനി നമ്മളെ കൊണ്ട് കഴിയുന്നത്? So why would it work for you now, he was saying. അവരെ കൊണ്ട് കഴിയാത്തത് ഇപ്പം നിങ്ങളോട് ചെയ്യാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? അവർക്ക് സാധിച്ചിട്ടില്ല.
എന്നിട്ട് അവർ പറയാ നിങ്ങളും ഇതെന്ത് ചെയ്യണം, പാലിക്കണമെന്ന്. സാധ്യമല്ല. Sometimes what has happened with Christianity ഇത് തന്നെയാണ് ക്രിസ്തീയ സഭകളിലും ഇന്ന് കാണുന്നത് പലയിടത്തും. is we take what we read in the Old Testament പഴയ നിയമത്തിൽ കാണുന്ന പലതിനെയും നമ്മൾ എടുത്തേച്ച് and we use the same mindset. ആ മൈൻഡ് സെറ്റിലാണ്, അല്ലെങ്കിൽ ആ ചിന്താധാരയിൽ We change the rules a bit to work within our culture. അതിനെ നമ്മുടെ സംസ്കാരവുമായിട്ട് നമ്മളൊന്ന് കൂട്ടിക്കുഴച്ച്, But the idea is the same. ഇതേ കാര്യം തന്നെ യഹൂദൻ ചെയ്ത അതേ കാര്യം തന്നെയാണ്. The focus is on what the people do instead of what God has done. നാം എന്ത് ചെയ്യുന്നു, നാം എന്ത് ചെയ്യാൻ പോവുക, നമ്മളെങ്ങനെ ജീവിക്കാൻ പോകുന്നത്, ഇതാ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഇതിനാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പകരം കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യം ജനത്തിന് കൊടുക്കുന്നതിന് പകരം നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, എത്ര ദിവസം നമ്മൾ ഉപവസിക്കുന്നുണ്ട്, എത്ര ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എത്ര പ്രാവശ്യം വേദപുസ്തകം വായിക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ എന്തെല്ലാം മതകർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയാൽ ഒരുവൻ്റെ ആത്മീയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിലയിരുത്തുന്നതും അളക്കുന്നതും. കർത്താവിൻ്റെ രക്ഷ എന്ന വേലയെക്കുറിച്ചല്ല. Have you noticed that as you see the life of Christian people or other people of religion? നമ്മൾ ആരെയാ കുറേയും കൂടെ ആത്മീയരെന്ന് ഇന്നത്തെ കാലത്ത് കാണുന്നേ? നമ്മളെക്കാൾ കൂടുതൽ അവൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നമ്മളെക്കാൾ ഒച്ചത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നമ്മളെക്കാൾ ഒച്ചത്തിൽ അവൻ ആരാധിക്കുന്നെങ്കിൽ, നമ്മളെക്കാൾ കൂടുതൽ ദിവസം അവൻ ഉപവസിക്കുന്നെങ്കിൽ, എപ്പോഴും ഒരു വാടിയ മുഖം കാണിച്ച് അവൻ നടക്കുന്നെങ്കിൽ അവനാണ് നമ്മളെക്കാൾ ആത്മീയൻ, ശ്രേഷ്ഠൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. We find out that we might have some success for a little while, but we can't meet all the requirements. ഒരു കാര്യം പറയാം, കുറച്ച് നാളത്തേക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ടായിരിക്കും, പക്ഷേ ജീവിതാന്ത്യം വരെ നമുക്കങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. And so the Apostle Paul writes to the Galatians. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതുകയാ, And one thing he tells them is this: അവൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ, if you agree to go back to the law, നിങ്ങൾ ഇനിയും ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകാനാണ് നിങ്ങളുടെ പദ്ധതി എങ്കിൽ, remember, ഒരു കാര്യം ഓർത്തോ, you are required to keep all of it. അങ്ങനാണെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ വള്ളി തെറ്റാതെ മുഴുവൻ അനുസരിച്ചോണം നിങ്ങൾ. അങ്ങോട്ട് പോകാനാ പദ്ധതിയെങ്കിൽ അതാരെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടുമില്ല. ഈ പഠിപ്പിക്കുന്ന അവനെ കൊണ്ട് തന്നെ പറ്റുന്നില്ല. By this point in time, the law was not even just what was written by Moses. അതാണ് അതിനേക്കാളും രസം കേട്ടോ. അതായത് ഗലാത്യ സഭയുടെ കാലഘട്ടമായപ്പോഴത്തേന് ന്യായപ്രമാണം എന്ന് പറയുന്നത് കേവലം പഴയ നിയമത്തിലുള്ള 10 കൽപ്പന മാത്രമല്ലായിരുന്നു. അവരിങ്ങനെ കൂട്ടിച്ചേർത്ത് ഏതാണ്ട് 3000 ചില്ലാനോ എങ്ങാണ്ടാക്കി കഴിഞ്ഞു. It was also everything that had been added by all the teachers as the years continued. ഓരോ ഉപദേഷ്ടാക്കളും വന്ന് ഇതിനോടുകൂടെ എന്ത് ചെയ്തിരുന്നു, ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ടേയിരുന്നു. You keep all of it or you fail in all of it. ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്നോ? ഉലകത്തിൽ ഉണ്ടാക്കിയവന് പോലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അനുസരിക്കാൻ പറ്റിയിട്ടില്ല. 100% success or 100% failure. ഒന്നുകിൽ 100% പരാജയം അല്ലെങ്കിൽ 100% വിജയം. That's what he's reminding them of. 95 ഞാൻ ചെയ്തു, 5 പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത് ഒന്ന് തെറ്റിയാൽ എല്ലാം തെറ്റിയെന്നാണ് വേദപുസ്തകം പറഞ്ഞേക്കുന്നത്. He says to the Galatians, അതുകൊണ്ട് ഗലാത്യ സഭയിലെ വിശ്വാസികളോട് പറയുക, some of you want to follow the law. നിങ്ങൾക്ക് ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി പോണോ? He says, do you even understand it? അവരുടെയൊക്കെ കാലമായപ്പോഴത്തേന് ന്യായപ്രമാണം എന്ന് പറയുന്നത് ഘനമേറിയ ചുമടായിട്ട് മാറിക്കഴിഞ്ഞു. അവരെ കൊണ്ട് താങ്ങാനാവുന്നതിനേക്കാളും വലുതായി കഴിഞ്ഞു. ഇനി അതിലേക്ക് മടങ്ങി പോകാനാണോ നിങ്ങളുടെ പദ്ധതി? So here's a question for us. അപ്പോൾ നമ്മുടെ മുമ്പ് കിടക്കുന്ന ചോദ്യം ഇതാ. Remember, the Apostle Paul is a Hebrew man. ശ്രദ്ധിച്ചാട്ടെ, അപ്പോസ്തലനായ പൗലോസ് കറതീർന്ന യഹൂദനായിരുന്നു. പറയണ്ടല്ലോ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യ മനുഷ്യൻ അവനായി പറയുന്നേ. Before he met Jesus, he was a Pharisee.
താന് യേശുവിനെ കണ്ടെത്തുന്നതിന് മുൻപ് താൻ പരീശനായിരുന്നു താന്. He was an expert in what the Jews thought the law said. നോക്കുക, ന്യായപ്രമാണം എന്തു പറയുന്നുവോ അതിൽ അഗ്രഗണ്യനായിരുന്നു. അത് എന്താണെന്ന് തലനാരിഴ കീറി മുറിച്ച് പഠിച്ച ഒരു മനുഷ്യനാ പൗലോസ്. So he can tell the Galatians what it's really all about. അപ്പം വേറെ ആരെക്കാളുപരി ഗലാത്യ സഭയിലെ വിശ്വാസികളോട് ഈ ന്യായപ്രമാണം എന്താ പറയുന്നതെന്ന് കൃത്യമായി പറയാൻ കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു പൗലോസ്. He knows what kind of problem they're about to enter into. നോക്കുക, ഈ ന്യായപ്രമാണ പ്രകാരം ജീവിക്കുമ്പോൾ എന്ത് ഏടാകൂടത്തിലാ ചെന്ന് നമ്മൾ തലവെക്കാൻ പോകുന്നതെന്നുള്ളത് പൗലോസിന് നല്ലതുപോലെ അറിയാം. But now think about us. നമ്മളെ ഒന്ന് ഈ ഭാഗത്ത് വെച്ചൊന്ന് ചിന്തിക്കാം. We are hundreds and even thousands of years later. നോക്കുക, അന്നത്തെ കാലത്തെ ന്യായപ്രമാണത്തിൽ നിന്നും ഏതാണ്ട് 2000 വർഷം വീണ്ടും നമ്മൾ വന്നു കഴിഞ്ഞിരിക്കുന്നു, പുറകോട്ട് മുമ്പിലോട്ട് വന്നു കഴിഞ്ഞു. People like Paul who really understood the law, they are long ago dead. നോക്കുക, ന്യായപ്രമാണത്തെ ശരിയാം വിധം അറിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന പൗലോസും മരിച്ചിട്ടിപ്പോൾ 2000 കൊല്ലം കഴിഞ്ഞു. We don't even have a way to understand what the law was really all about. എന്തായിരുന്നു അന്നത്തെ ന്യായപ്രമാണത്തിലെ പ്രമാണങ്ങളെന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രയും ദൂരം നമ്മൾ നടന്നകന്നു. And if we don't understand what it's all about, how can we possibly succeed in following it? അത് എന്തുവാന്ന് അറിയാത്തിടത്തോളം കാലം എങ്ങനെ നമ്മളതിനെ പിൻപറ്റുക? ഇപ്പോൾ ഇത് നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഏടാകൂടം എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു. ഇതെന്തുവാന്ന് ആർക്കറിയാം? എന്തോ ഇത്? It won't work. ഇതറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഏടാകൂടം കണ്ടിട്ടുള്ളവരുണ്ടോ? എന്ന് പറഞ്ഞാൽ എന്തുവാന്നറിയാമോ? അതൊരു പ്രത്യേക സൈസ് കുടുക്ക എന്ന് പറയും. അപ്പോൾ ഇതെന്തുവാന്ന് അറിയാത്തിടത്തോളം കാലം ഇതാണ് ഇവിടെ പറഞ്ഞത്. ന്യായപ്രമാണം എന്തുവാന്ന് അറിയാൻ പറ്റാത്ത നമ്മൾ ഇനി ന്യായപ്രമാണം ആചരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞിട്ട് വേണ്ട ഇത് ആചരിക്കാൻ. യെസ്, It's not possible. It won't work. ഒരിക്കലും സാധ്യമല്ല. കാരണം എന്നാ? ഇതെന്തുവാന്ന് പോലും നമുക്ക് അറിയത്തില്ല. If I don't know the requirement, I cannot meet the requirement. ന്യായപ്രമാണം എന്തു പറയുന്നു എന്നെനിക്ക് അറിയാത്തിടത്തോളം കാലം എനിക്ക് എങ്ങനെ അത് ചെയ്യാൻ വഴിയാ? It's like running a race. ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന പോലെയാ. If I don't know where to start, എവിടെ തുടങ്ങണമെന്നും and I don't know where to finish, എവിടെ അവസാനിപ്പിക്കണമെന്നും I'm not even in the race. അറിയാത്തിടത്തോളം കാലം ഞാൻ ഓട്ടക്കളത്തിലേ അല്ല. There's no point to it. ആ ഓട്ടത്തിന് യാതൊരു അർത്ഥവുമില്ല. It has no meaning. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. So for me to try to understand the old law and follow the old law, അപ്പോൾ ന്യായപ്രമാണം എന്തെന്നറിയാത്ത ഞാൻ ന്യായപ്രമാണം അനുസരിക്കണമെന്ന് അനുശാസിക്കുകയും അതിലേക്ക് ഞാൻ പരിശ്രമിക്കുകയും ചെയ്താൽ ഇതെന്താണെന്നറിയാത്ത ഞാൻ എങ്ങനെ ചെയ്യാനായത്? I have no way to do it. എനിക്കത് ചെയ്യാൻ പോലും യാതൊരു സാധ്യതയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നില്ല. Remember what we said in the last session. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. What the law could not do because it was weak because of me. എൻ്റെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിലുള്ളത് നിവർത്തിക്കാൻ ഞാൻ കഴിയാതിരിക്കുമ്പോൾ God did. ഇതെല്ലാം എനിക്ക് വേണ്ടി നിവർത്തിച്ച ഒരുവനുണ്ട്, യേശു. So if Paul is writing to the Galatians about not going back to the law, അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് പറയാണ്, നിങ്ങൾ ദയവീത് ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകരുത്. കാരണം അതിനാൽ ഒരു ജഡത്തിന് നീതീകരണം പ്രാപിക്കാൻ കഴിയത്തില്ലെന്ന് സ്വന്തം അനുഭവത്തിലൂടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. he is saying to go back to law is to say God did not do enough. അതാ ഇനി അഥവാ ആരെങ്കിലും ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ രക്ഷണ്യവേല പൂർണ്ണമല്ല എന്ന് സ്ഥാപിക്കുക ചെയ്യുന്നത്. We are saying what Jesus has done is not enough. നമ്മൾ അപ്പം പറയുന്നത് എന്തുവാ? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം പൂർണ്ണമല്ല. നമ്മുടെ രക്ഷയ്ക്ക് പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ ന്യായപ്രമാണം കൂടെ അനുസരിച്ചെങ്കിലേ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? ഇത്
പൂർണ്ണമല്ല. We're putting the focus on ourselves. വീണ്ടും നമ്മളിലേക്ക് തന്നെ, പ്രവൃത്തിയാലുള്ള രക്ഷയിലേക്ക് തന്നെ നാം തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. And by doing so, we are giving ourselves a weakness. അങ്ങനെ നാം ചെയ്യുന്നത് മൂലം വീണ്ടും നാം ബലഹീനരായി മാറുകയാണ്. When we are supposed to benefit from the strength and ability of God. യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും മഹത്വവും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതിന് പകരം നമ്മെ വീണ്ടും കൊള്ളരുതാത്തവരാക്കി മാറ്റുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. So we're not going to read through much of the text today. ഗലാത്യ ലേഖനം പൂർണ്ണമായിട്ട് നമ്മൾ വായിച്ച് നോക്കാൻ പോകുന്നില്ല, എങ്കിലും അതിൻ്റെ രത്നച്ചുരുക്കം പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യം നൽകി തരികയാണ്. But I know I'm talking with pastors and leaders here this morning. വചനം അറിയാവുന്ന ഒരു കൂട്ടം ആളുകളാ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. So I want to encourage you in your own time, take another look at the book of Galatians. അതുകൊണ്ട് ഗലാത്യ ലേഖനം നിങ്ങൾ വായിക്കുമ്പോഴെല്ലാം ഈ ഒരു പിക്ചർ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിനെ വിട്ട് ന്യായപ്രമാണത്തിലേക്ക്, അല്ലെങ്കിൽ യേശുവിനെയും കൊണ്ട് ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിച്ച ഒരു കൂട്ടം വിശ്വാസികൾക്ക് വേണ്ടിയാണ് പൗലോസ്. അതുകൊണ്ടാണ് പൗലോസ് ചെയ്യുന്നത്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാ? Let's look at chapter 5 though for a moment. 5-ാം അധ്യായത്തിലേക്ക്, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Right at the beginning of chapter 5. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും പോയി കുടുങ്ങിപ്പോകരുത്. Yeah, you want to go right to the end of verse 6? Sorry, I didn't. 6-ാം അധ്യായത്തിൻ്റെ അവസാനം 6-ാം വാക്യം വരെ നമ്മൾ വായിക്കാൻ പോവുക. എന്നിട്ട് നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ 8-ാം നാളിൽ നീ പരിച്ഛേദന ഏറ്റെങ്കിൽ അന്ന് തൊട്ട് ന്യായപ്രമാണം മുഴുവനും അനുസരിക്കാൻ നീ ബാധ്യസ്ഥനാ. അത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടല്ലേ നീ എന്ത് ചെയ്തേക്കുന്നത്? പരിച്ഛേദന ഏറ്റേക്കുന്നത്. അച്ചോനി 4-ാം വാക്യം. He says, stand firm in your freedom. 1-ാം വാക്യത്തിൽ പറയുന്നത് എന്തുവാ? സ്വാതന്ത്ര്യത്തിനായിട്ട് ദൈവം നിങ്ങളെ, ഇപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം ഏതാ? ന്യായപ്രമാണം അനുസരിക്കണമെന്നുള്ള അടിമനുഖത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? നിങ്ങളെ സ്വതന്ത്രരാക്കി കൊണ്ടുവന്നു. എന്തിനാ അതനുസരിക്കണമെന്ന് പറഞ്ഞ്? രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് രക്ഷ ലഭിക്കേണ്ടതിന് വേണ്ടി. ഇപ്പോൾ ദൈവം നിങ്ങളെ അതിൽ നിന്ന് സ്വതന്ത്രരാക്കി. യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ആ രക്ഷ നിമിത്തം നിങ്ങൾ സ്വാതന്ത്ര്യം. ഇനി നിങ്ങൾ പിന്നെയും പോയി എന്ത് ചെയ്യരുത്? ആ അടിമനുഖത്വത്തിൽ, ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്വത്തിൽ നുഖത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? പോയി തല കൊണ്ട് വെക്കരുത്. My question for you is this: what are you free from? അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി എന്ന് പറയുമ്പോൾ എന്തോ സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടിയേ? എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണോ? What are you free from? എന്തിൽ നിന്നാ ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കിയേ? ഓക്കെ, അല്ല, എന്തിൽ നിന്നാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നേ? ന്യായപ്രമാണത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ. They say from the law, from the power of sin, from the curses of sin. That's all they say. All right. From the law and from sin and the curses of sin. Yeah. That is good. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നത് എന്തിനാ? ന്യായപ്രമാണത്തിൽ നിന്ന്. ഇനി എന്താണ് പരിച്ഛേദന ഏൽപ്പിക്കാഞ്ഞെന്ന് ആരും ചോദിക്കത്തില്ല. ന്യായപ്രമാണത്തിൽ നിന്നെല്ലാം നമുക്ക് സ്വാതന്ത്ര്യം തന്നു. പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ന്യായപ്രമാണത്താലുള്ള ശാപത്തിൽ നിന്ന്, ന്യായപ്രമാണം ഇതനുസരിക്കാത്തവന് ഇന്ന ശാപം വരുമെന്നാണ് പറഞ്ഞേ, അതിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നു. Now here is something perhaps even people in your church or people in churches in the area, they don't know what we're about to talk about. പലർക്കും ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ അതിൻ്റെ പൂർണ്ണമായ അവസ്ഥ അറിയത്തില്ലായിരിക്കും. Sometimes we get the idea that staying out of sin is to know what God says and do what he says to do and don't do what he says not to do. പലർക്കും പാപത്തെക്കുറിച്ച് പലരും ധരിച്ചിരിക്കുന്ന ധാരണ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അറിഞ്ഞ് ആ അറിഞ്ഞ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് പാപത്തിൽ നിന്ന് വിടുതൽ എന്നാണ് പലരുടെയും ധാരണ.
So maybe somebody will preach from the Old Testament and they will say, here are the commandments that God gave the people. എന്നിട്ട് ആളുകൾ പറയാറുണ്ട് ദൈവം തൻ്റെ ജനത്തിന് നൽകി തന്നിരിക്കുന്ന 10 കൽപ്പനകൾ ഇതാണ് എന്ന് ആളുകൾ പറയാറുണ്ട്. We must be sure we follow the commandments. ഈ എല്ലാ ഈ 10 കൽപ്പനകളെയും അനുസരിപ്പാൻ നാം ബാധ്യസ്ഥരാണ് എന്നവർ പഠിപ്പിക്കാറുണ്ട്. So the emphasis is we are the people and we follow the commandments. നോക്കുക, ഈ കൽപ്പനകളെ നാം അനുസരിക്കണം എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. I'm thinking of what the Apostle Paul wrote to the Corinthians. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു. He said, the law is the strength of sin. പാപത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. I think it's from Corinthians. No, I think it is in Romans. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. If I had my other Bible from home, I could find it quickly, but I'm not too familiar with this one. പാപത്തിന്റെ ശക്തി. No, I think it is in 1 Corinthians 15. 1 കൊരിന്ത്യർ 15-ലാണെന്ന എൻ്റെ ഓർമ്മ. ഒന്ന് ശ്രദ്ധിച്ചോണേ. Let's find it as part of our Bible study here. Okay, നമുക്ക് നോക്കാം എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. Let's see if we can find it. We'll go on a little Bible hunt here today. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലാണോ നോക്കിക്കേ. ഒരു കൂട്ടർ റോമാലേഖനത്തിൽ നോക്കിക്കോ. Let me know if you find പാപത്തിന്റെ it. ശക്തിയോ ന്യായപ്രമാണം, അതാണ് ആ വാക്യം. Maybe it is Romans. I'm forgetting. 1 Corinthians 15:56. That sounds right to me. അത് ശരിയാണെന്ന് തോന്നുന്നു. നോക്കിക്കോട്ടെ. 1 Corinthians 15:56. അപ്പൊ അത് തന്നെ. 1 കൊരിന്ത്യർ 15:56. പാപത്തിന്റെ ശക്തിയോ we have it. ന്യായപ്രമാണം. Congratulations. ബൈബിളിൽ പോയോണ്ട്. The sting of death is sin. Yeah. And the power of sin is the law. പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണം ഇല്ലാത്തിടത്തോളം കാലം എന്തില്ല? പാപമില്ലായിരുന്നു. ന്യായപ്രമാണം വന്നതുകൊണ്ടല്ലേ എൻ്റെ പല പ്രവൃത്തികളും പാപമാണെന്ന് ഞാൻ അറിഞ്ഞത്. അത് റോമാലേഖനത്തിലാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞത്. ഓക്കെ. It seems strange, but we don't stay out of sin by trying to stay out of sin. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പാപത്തിൽ നിന്ന് എനിക്ക് മാറി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പിന്നെയും എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? പാപം തന്നെ വന്നുകൊണ്ടിരിക്കുക. And giving people some rules to follow so they will stay out of sin, we know that doesn't work. നോക്കുക, പാപം ഇന്നിന്ന കാര്യങ്ങളാണ് പാപം, അതുകൊണ്ട് ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്നുള്ള ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നില്ല. That would be like seeing a fire and getting some gasoline and pouring gas on the fire. അതായത് ഒരു തീ കത്തുന്ന കണ്ടു, നമ്മുടെ കയ്യിൽ കുറച്ച് പെട്രോളുണ്ട്, നമ്മൾ അതിലേക്ക് ഈ പെട്രോൾ ഒഴിക്കുന്ന പോലെ ഉള്ളൂ. Will the fire go out? അതുകൊണ്ട് അതുകൊണ്ട് അല്ലേ പെട്രോൾ ഒഴിച്ചുകൊണ്ട് തീ കെടുവോ? It'll get bigger. അത് ആളി കത്തത്തേ ഉള്ളൂ. So we could say this way, the petrol is the strength of the fire. നോക്കുക, ഇപ്പോൾ ആ തീ ആളിക്കത്താൻ സഹായിച്ചത് എന്തുവാ? നമ്മൾ ഒഴിച്ച പെട്രോളാ. The strength of sin is the law. നോക്കുക, പാപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ന്യായപ്രമാണം. കാരണം ന്യായപ്രമാണം വന്നപ്പോഴാണ് എൻ്റെ പല പ്രവൃത്തികളും പാപമാണെന്ന് ഞാൻ അറിഞ്ഞത്. So it's like when Paul is writing to the Corinthians or the Galatians or whoever he's writing to. നോക്കിയ ഗലാത്യ സഭകൾക്കായാലും കൊള്ളാം, കൊരിന്ത്യ സഭയ്ക്കായാലും കൊള്ളാം, റോമിലെ വിശുദ്ധന്മാർക്കായാലും കൊള്ളാം, പൗലോസ് പറയുന്ന ഒറ്റ ഒരു കാര്യം ഇതാണ്: പ്രവൃത്തികളാൽ നമുക്ക് നീതീകരണം പ്രാപിപ്പാൻ സാധ്യം അല്ലേ അല്ല. When he's warning them about people trying to give them the law to follow. അപ്പോൾ ഇപ്പോൾ ഗലാത്യ സഭയിൽ വന്നേക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗലാത്യ സഭയിലെ ആളുകളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും ഒരു കൂട്ടം ആളുകൾ ചെന്ന് പറഞ്ഞു, എന്തുവാ, ന്യായപ്രമാണം കൂടെ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്, അതുകൊണ്ട് നമ്മളതനുസരിച്ച് പറ്റൂ എന്ന് പറഞ്ഞ് വിശ്വാസികളെ അവർ ബോധ്യപ്പെടുത്തി ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു വലിക്കാനായിട്ട് ശ്രമിക്കുക. It's a trap. It will not help you. It will steal from you. അതൊരു വലിയ വഞ്ചനയാണ്, കുടുക്കാണ്, കെണിയാണ്,
നിന്നെ കർത്താവിൽ നിന്ന് അകറ്റാനുള്ള ശത്രുവിൻ്റെ ഏറ്റവും വലിയ പണിയാത്. A little bit earlier in the book of Galatians, ഗലാത്യ ലേഖനത്തിൻ്റെ ആദ്യ പേജുകളിൽ, and we'll talk about this to help us with our study when we read on our own as well. ഓക്കെ, Paul refers to a story from the Old Testament. ഈ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലന് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. I think you were talking about this on the weekend, Pastor. Yeah. He refers to Abraham and Sarah and Hagar and Ishmael. നോക്കുക, അബ്രഹാം, സാറ, ഹാഗാർ, ഇഷ്മയേൽ, ഈ 4 വ്യക്തികളെ നിങ്ങളുടെ മനസ്സിൽ വന്നോട്ടെ. He says Ishmael was born of Hagar by the flesh. നോക്കുക, വേദപുസ്തകം പറയുന്നു ജഡത്തിൽ നിന്നാണ് അബ്രഹാമിന് ഹാഗറിൽ നിന്ന് ഇഷ്മായേൽ ഉണ്ടായത്. Isaac was born of Sarah by the grace of God. നോക്കുക, എന്നാൽ സാറായിൽ നിന്ന് ഇസഹാക്ക് ജനിച്ചത് ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയായിട്ടും കൃപയുടെ പുത്രനായിട്ടാണ്. Only God was able to cause the birth of Isaac. ഇസഹാക്കിന്റെ ജനനം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം സാറയ്ക്ക് ലഭിച്ചതാണ്. And Paul says the story is a symbol for us. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഇത് ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമായി നിൽക്കുന്നു. Hagar and Sarah representing the law of the Old Testament. ഹാഗാറും ഇഷ്മായേലും, Ishmael, yes. ഹാഗാറും ഇഷ്മായേലും ന്യായപ്രമാണത്തിന് ആദ്യം ലഭിച്ച ന്യായപ്രമാണത്തിന് നിഴലായി നിൽക്കുന്നു. ഇസ്ഹാക്കിന് മുമ്പേ ജനിച്ചതില്ലയോ ആര്? ഇഷ്മായേൽ. അത് ന്യായപ്രമാണത്തിന് നിഴലായി നിൽക്കുന്നു. And Isaac representing God's provision and God's faithfulness. എന്നാൽ ഇസഹാക്കോ ദൈവത്തിൻ്റെ ആർദ്രതയ്ക്കും കരുണയ്ക്കും കൃപയ്ക്കും പ്രതീകമായി നിലകൊള്ളുന്നു. ഇഷ്മയേൽ ജഡത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇസഹാക്ക് കൃപയിൽ വാഗ്ദത്തസന്തതിയായി ദൈവകൃപയോടെ ജനിക്കപ്പെട്ടിരിക്കുന്നു. And in the story you remember what Sarah says to Abraham. ആ കഥയിൽ നമുക്ക് ഇങ്ങനെ അറിയുന്നു, സാറ അബ്രഹാമിനോട് ഒരു ദിവസം പറയുന്നു, She says, Abraham, Hagar and Ishmael must go. സാറ പറയാണ്, ഹാഗറിനെയും ഇസ്മയേലിനെയും കൂടാരത്തിൽ നിന്ന് പുറത്താക്കി കളയുക. Her son will not be an heir with my son. അവളുടെ മകൻ എൻ്റെ മകനോടുകൂടെ അവകാശിയായിരിക്കാൻ പാടില്ല. Paul says this story is a symbol. പൗലോസ് അപ്പോസ്തലൻ പറയാണ് ഇതൊരു സാദൃശ്യമായി നടന്നിരിക്കുന്നു. The law and grace do not work together. അതായത് കൃപയും ന്യായപ്രമാണവും ഒന്നുപോലെ പ്രവർത്തിക്കത്തില്ല, ഒരു കൂടാരത്തിൽ വസിക്കത്തില്ല. We trust in what God has done through Jesus. യേശുക്രിസ്തുവിലൂടെ ചെയ്ത രക്ഷാകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, or we trust in what we do. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരണവുമായി ജീവിക്കാനൊക്കത്തില്ല. The two do not work together. രണ്ടും ഒരു കൂടാരത്തിൽ ഒന്നിച്ച് പാർക്കാൻ സാധ്യമല്ല. Now let me encourage you for a moment. ഒരു നിമിഷം നേരം ഞാൻ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഒന്ന് ഉണർത്തിച്ച് സംസാരിക്കാം. If you teach this to the people in your church, നമ്മുടെ സഭയിലുള്ള വിശ്വാസികളെ നാം ഈ ഉപദേശം പഠിപ്പിക്കുന്നു എന്ന് വെക്കുക, or if you're speaking with Christian or other religious friends in the community, അഥവാ മറ്റ് ക്രൈസ്തവ വിശ്വാസത്തിലുള്ള ആളുകളോട് നമ്മളിത് പറയുന്നു എന്ന് വെക്കുക, and you talk about the grace of God ദൈവത്തിന്റെ കൃപയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, and the greatness of Jesus, യേശുവിന്റെ മഹത്വത്തെക്കുറിച്ച് നാം പ്രസ്താവിക്കുന്നു, and you encourage them, don't trust in you and what you do, trust in what Jesus has. എന്നിട്ട് നമ്മളോട് നിന്റെ പ്രവൃത്തികളെ ആസ്പദമാക്കിയല്ല നിന്റെ രക്ഷ ആസ്പദമാക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികൾ മാത്രമാണെന്ന് നമ്മൾ പ്രസംഗിക്കുന്നു എന്ന് വിചാരിക്കുക. Some of them will not believe you. ചില ആളുകൾ നിങ്ങളെ വിശ്വസിച്ചെന്ന് വരത്തില്ല. Maybe you've already experienced. ഒരുപക്ഷെ നിങ്ങളത് അനുഭവിച്ചു കാണും. രക്ഷയ്ക്ക് വേണ്ടി ഞാനും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതെ, I have something encouraging for you. എന്നാ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. The story that Paul refers to as a symbol ഇതാ പൗലോസ് അപ്പോസ്തലന് ഇത് ഒരു നിഴലായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഗലാത്യ ലേഖനത്തിൽ. If you go back to the book of Genesis while you're reading later on, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങൾ ഈ വേദഭാഗത്തിന് തത്തുല്യമായ ഭാഗം പിൽക്കാലത്ത് പിന്നെ എടുത്ത് വായിച്ചാൽ മതി. the story in Genesis says that Ishmael was mocking Isaac. നോക്കുക, ഇഷ്മയേല് പരിഹാസിയായിട്ട് മാറി. ആരെ പരിഹസിക്കുന്നു?
ഇസ്ഹാക്കിനെ, വാഗ്ദത്ത സന്തതിയെ ഇശ്മയേല് പരിഹസിക്കാൻ തുടങ്ങി. Paul says that story is symbolic. പൗലോസ് പറയുന്നു അത് ഒരു സദൃശ്യമായി നിൽക്കുക. Some people will hear of the grace of God and they will say, yes, thank you God. ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷം നാം പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയും അത് നല്ല കാര്യമൊക്കെ തന്നെയാ, പക്ഷേ Other people will hear of the grace of God and they will say, that does not sound right. പക്ഷേ അവർ പറയും, ആരാ പ്രവൃത്തിയും കൂടെ വേണം എന്ന് പറയുന്നവർ പറയും അതത്ര ശരിയൊന്നുമല്ല, കാരണം താൻ പാതി ദൈവം പാതി എന്നുള്ളതാ, നമ്മളും കൂടെ ചിലതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ രക്ഷ പൂർത്തിയാക്കപ്പെടത്തുള്ളൂ എന്ന. That's too easy. അത് എളുപ്പമുള്ളൊരു കാര്യമാണ്, കാരണം എനിക്ക് പ്രവർത്തിച്ച് കിട്ടിയതല്ലേ, അപ്പോൾ എനിക്ക് അഭിമാനിക്കാൻ ചിലതുണ്ട്. Doesn't agree with what I always thought. പക്ഷേ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലെന്ന് ഓർത്തോണം. That doesn't agree with what my teachers say. എൻ്റെ ടീച്ചർ അങ്ങനെയല്ല എന്നെ പഠിപ്പിച്ചത്, താൻ പാതി ദൈവം പാതി എന്നുള്ളതാ. It doesn't even agree with how the world works ലോകത്തിലെ today. എല്ലാവരും വിശ്വസിക്കുന്നത് എന്തുവാ, നമ്മുടെ പങ്ക് നമ്മൾ ചെയ്താൽ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി വല്ലതും ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ്. So if somebody doesn't believe your story about God's grace, ദൈവത്തിന്റെ കൃപയെക്കുറിച്ചുള്ള സുവിശേഷം മറ്റുള്ളവർ പക്ഷേ അംഗീകരിച്ചില്ല എന്നുള്ളത് കൊണ്ട് that's okay. അത് കുഴപ്പമൊന്നുമില്ല, അവരെ അങ്ങ് പുറത്താക്കി കളഞ്ഞാൽ മാത്രം മതി. ഹാഗറിനെ ചെയ്ത പോലെ. It's been happening for as long as Ishmael and Isaac were. നോക്കുക, ഇസ്മയേലും ഐസക്കും ജനിച്ച കാലം തൊട്ട് തന്നെ പരിഹാസി എവിടെ ഉണ്ട്, കൂടാരത്തിനകത്തുണ്ട്, അവൻ ഇസ്ഹാക്കിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. Remember what we said at the end of last session. കഴിഞ്ഞ ക്ലാസിന്റെ അവസാനം പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? It's not up to me to put together a nice perfect argument. ആളുകൾ വിശ്വസിക്കത്തക്ക രീതിയിൽ അവർക്ക് വിശ്വാസയോഗ്യമായിരിക്കുന്ന ചില വാദഗതികൾ മുന്നോട്ട് വെച്ച് അവരെ വിശ്വാസത്തിലേക്ക്, കണ്ടോ ഞാൻ കൊടുത്ത വാദഗതി നോക്കാം, ഇപ്പോൾ ഇതിപ്പോൾ അവന് ബോധ്യം വന്നു, അവൻ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറയത്തക്കവണ്ണം എനിക്കൊന്നും പറയാനില്ല. കാരണം എന്നാ, നടുന്നവനും നനയ്ക്കുന്നവനും ഭേദമില്ല, ദൈവം അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് മുഴുവനും. I know that my mind can never fully explain God. ഞാൻ ഒരു കാര്യം തുറന്ന് പറയാം, ദൈവത്തെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സമ്പൂർണമായി വിശകലനം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം അവൻ ദൈവമായതുകൊണ്ട്. But I can tell God's story. എന്നാൽ എനിക്ക് ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയും. And I will trust that God will put that burning in people's hearts. ഞാനിത് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു കത്തുന്ന ഒരു അനുഭവം നമ്മൾ പറയുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വാദിച്ചുകൊണ്ടിരിക്കും. I don't have to be mean to anybody. ഞാൻ ആരോടും അതുകൊണ്ട് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല, രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട്. I don't have to criticize anyone. എനിക്ക് ആരെയും കുറ്റം വിധിക്കേണ്ട ആവശ്യമില്ല, വിമർശിക്കേണ്ട ആവശ്യമില്ല, അവർ ദൈവത്തിലേക്ക് വന്നില്ല എന്നുള്ളത് കൊണ്ട്. I can be friendly, I can be kind. അവൻ ദൈവത്തിലേക്ക് വന്നില്ല എന്നാലും ഞാൻ അവൻ്റെ സ്നേഹിതനായി തന്നെ തുടരും, കാരണം ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്, എൻ്റെ കാര്യമല്ല ഇതൊന്നും, ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. I don't have to think that me or the group that I belong to is better than anything else. ഞാൻ അവരെക്കാൾ നല്ലവരാണ് ഞാനെന്ന് ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. കാര്യം എന്നാ, ദൈവം എന്തോ ഈ സത്യം കാണാൻ തക്കൊണ്ട് എൻ്റെ കണ്ണ് തുറന്നെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ദൈവം അവനിൽ ഇടപെടുമോ, അവനും അന്ന് ഈ സത്യത്തിലേക്ക് കടന്നു വരും. അതുവരെ ഞാൻ അവനെ നിന്ദനായോ നികൃഷ്ടനായോ കാണാൻ പാടില്ല. I can tell God's story. എനിക്ക് അവനോട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. And part of God's story, as Paul emphasizes to the Galatians, ആ ദൈവത്തിൻ്റെ രക്ഷണ്യ വേലയുടെ ചരിത്രമാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പ്രവൃത്തികളും കാരണം അല്ല. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, മടങ്ങിപ്പോകരുത്. അങ്ങനെ പോയാൽ നിങ്ങൾ ക്രിസ്തുവിനെ വിട്ടുപോയി. Our trust is not in us and what we do. നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയല്ല നമ്മുടെ രക്ഷ. നമ്മുടെ ആശ്രയം നമ്മളിലോ നമ്മുടെ പ്രവൃത്തിയിലോ അല്ല. Our trust is in Jesus and what he does through us. യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ സമ്പൂർണ്ണ ആശ്രയവും സമ്പൂർണ്ണ വിശ്വാസവും. Amen. Amen.